Hello friends, welcome to Taste Red Tricks. ഞാൻ ഗ്രീഷ്മ. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മീൻ പൊള്ളിച്ചതാണ്. കരിമീനോ ഏത് മീനായാലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ കരിമീനാണ് എടുത്തിരിക്കുന്നത്. 4 കരിമീൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. നല്ല പച്ച നിറത്തിലുള്ള ഈ ഇല പുളിയിലയാണ്. നമുക്ക് ആദ്യം മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം അതിൻ്റെ 2 സൈഡും വരഞ്ഞു കൊടുക്കുക. മസാല നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മാരിനേഷൻ ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ ഉൾവശത്തും എല്ലാം മസാല പിടിക്കുന്നത് വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഡാർക്കൊന്നും ആവേണ്ട, ഒരു സോഫ്റ്റ് ആയിട്ട് ഒരു 4 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1 മുറി തേങ്ങ ആണ് എടുത്തിരിക്കുന്നത്, അത് ചിരക്കി ചെയ്തെടുക്കുക. 1 കപ്പ് പുളിയില നല്ലതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്, തണ്ടിൽ നിന്നെല്ലാം വിടിച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 സവാളയുടെ പകുതി, ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ മീൻ ഇവിടെ 2 സൈഡും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഒരുപാട് ബ്രൗൺ ഒന്നും ആക്കിയിട്ടില്ല, എന്നാൽ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഞാനിവിടെ നല്ലപോലെ ചമ്മന്തിയേക്കാളും നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം. ഇനി ഒരു വാട്ടിയ വാഴയില എടുക്കുക. വാഴയിലേക്ക് ഒരു ചെറിയ ഇലയും കൂടെ വെച്ചെടുത്തൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ 2 സ്പൂൺ നമ്മുടെ മസാലക്കൂട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത മീൻ വെക്കുക. ഇനി മുകൾ വശത്തും ഇതുപോലെ തന്നെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഉള്ളിലും ഫില്ല് ചെയ്യാൻ മറക്കരുത്. എല്ലാ സൈഡിലും മസാല നല്ലതുപോലെ ഫില്ല് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തളിരില തന്നെ എടുക്കണം, അല്ലെങ്കിൽ നാര് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നല്ലതുപോലെ പേസ്റ്റ് ആക്കുകയും വേണം. ഇതെല്ലാം നല്ലപോലെ മസാല കൊണ്ട് കവർ ചെയ്ത ശേഷം പൊതിഞ്ഞു കൊടുക്കുക. ഇനി നമുക്കൊരു വാഴനാരോ നൂലോ കൊണ്ട് നല്ലതുപോലെ മുറുക്കി കെട്ടാവുന്നതാണ്. ചെറിയൊരു വാഴനാര് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കഴിയും. എന്നോട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത അതേ പാൻ തന്നെയാണ് എടുക്കുന്നത്. 2 മീനും ഞാൻ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇലയുടെ കട്ടി കൂടിയ വശം ഒരു 6 മിനിറ്റോളം ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മറ്റേ മുകൾ ഭാഗം ഒരു 4 മിനിറ്റൊക്കെ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു മിനിമം 5 മിനിറ്റ് വീതം 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നല്ലൊരു കളറൊക്കെ മാറി, കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ചോറിനൊപ്പം അടിപൊളിയാണ്. ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കുക. അതുവരെ നന്ദി, നമസ്കാരം.